ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ കുമാരകോവിലേക്കൊരു യാത്ര. അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അവിടേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ പൊതിച്ചോറ് വീട്ടിൽ തയ്യാറാക്കി കൊണ്ടുപോവുകയാണ്. കഴുകി വെച്ചിട്ടുണ്ട്. വാട്ടിയ ഇലയിൽ ചോറ് വിളമ്പിയിട്ടുണ്ട്. ഇതിലേക്കൊരു മാങ്ങയും കാന്താരിയും കൊണ്ടുള്ളൊരു ചമ്മന്തി, ഒപ്പം അവിയൽ, മാങ്ങ അച്ചാർ, പപ്പടം. ഇത്രയേ ഉള്ളൂ. ഇത്രയും കുറച്ചൊരു ചോറ് പുറത്തുനിന്ന് കഴിക്കേണ്ട എന്ന് കരുതി കൊണ്ടുപോകുന്ന തന്നെ ഉണ്ടാക്കി കൊണ്ടുപോവുകയാണ്. കൂട്ടുകാർ മാത്രമായിട്ടുള്ളൊരു ക്ഷേത്ര റെസ്റ്റോറൻറ്റാണ്. കുട്ടികളെല്ലാം കേരളം ബൈക്കുകളിലും കാൽനടയായിട്ട് ഒരുപാട് ഭക്തർ പോകുന്നുണ്ട്. ക്ഷേത്രത്തിലെ അടുത്തെത്താറായി ഞങ്ങൾ പോകുമ്പോൾ നമ്മുടെ കേരളത്തിൽ കാണാത്ത നല്ല പച്ചപ്പും കൃഷിപ്പാടങ്ങളും എല്ലാം ഇപ്പോൾ തമിഴ്നാട്ടിലാണല്ലോ അവിടെ കാണുന്നുണ്ട്. പോകുന്ന വഴിക്ക് വേളിമല കാണുന്നുണ്ട്. വേളിമലയിൽ ഭഗവാൻ വിവാഹം കഴിച്ച വള്ളിയമ്മയുടെ ജന്മസ്ഥലം. ക്ഷേത്രത്തിൻ്റെ മറ്റൊരു നട ഭാഗത്തിലൂടെ കറങ്ങി വേണം നമുക്ക് നേർനടയിൽ എത്തിച്ചേരാൻ. അവിടെ അമ്പലക്കുളമുണ്ട്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്തു അമ്പലക്കുളത്തിലേക്ക് പോയി കൈയും കാലും ഒക്കെ കഴുകി വൃത്തിയാക്കി. അവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്, ഗണപതി സ്വാമിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. അവിടെ കാണിക്കയിട്ട് തൊഴുത ശേഷം നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. കാലും കൈയും ഒക്കെ കഴുകി ഞങ്ങളിവിടെ ഇറങ്ങി. നല്ല വലിപ്പമുള്ള കുളമാണ്, ഒരുപാട് പഴക്കമുള്ള കുളമാണ്. ഞങ്ങൾ കാലും കൈയൊക്കെ കഴുകിയ ശേഷം എല്ലാവരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഇവിടെ ക്ഷേത്രത്തിൽ നേർച്ചയായിട്ട് ലഭിക്കുന്ന വാങ്ങാൻ കിട്ടുന്ന കുറേ സാധനങ്ങളുണ്ട്. പഴവും പൂമാലയും ഒക്കെ ഭഗവാൻ സമർപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ മേടിക്കാൻ കിട്ടും. ഈ ക്ഷേത്രത്തിലാണ് ഭഗവാൻ വിവാഹം കഴിഞ്ഞ് വള്ളിയമ്മയുമായി താമസിക്കുന്നു എന്ന് പറയുന്ന ഒരു പുരാണം. ഒരുപാട് പടിയുണ്ട്. ഇവിടുത്തെ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നതും മുഴുവനും കല്ലുകൊണ്ടാണ്. ഒരുപാട് പുരാതനമായ ഒരുപാട് കഥകൾ കേൾക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന് ചരിത്രവുമായി ബന്ധപ്പെട്ട് പഴയ ഒരു സിനിമയുണ്ട്, മലയാള സിനിമയുണ്ട്. ഞങ്ങൾ പോയ സമയത്ത് നട തുറന്നിട്ടില്ലായിരുന്നു. 5 മണിയാകുമ്പോഴേ നട തുറക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചുറ്റമ്പല കാഴ്ച കാണാമെന്ന് വിചാരിച്ച് എല്ലാവരും കൂടെ ചുറ്റമ്പല കാഴ്ച കണ്ട് നടക്കുകയാണ്. ഇപ്പോൾ കുരങ്ങന്മാർ ഒരുപാടുണ്ട്. കുരങ്ങന്മാർ അവിടെ എല്ലാം നടക്കുകയാണ്. ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ മോൾ ഭാഗമാണ്. ഇവിടെ മയിലുണ്ട്. ഒരുപാട് മയിൽ താമസിച്ചിരുന്നു. പക്ഷേ നമ്മൾ ഈ പ്രാവശ്യം കണ്ടില്ല മയിലിനെ. ഇത് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഭാഗം. ഇത് കല്ലിൽ കൊത്തിയ ശിലകളും ഒക്കെയുണ്ട്. ഇവിടെ പണ്ട് സന്യാസിമാർ തപസ്സിരുന്ന എന്ന് പറയുന്ന സ്ഥലമാണ്. ആ ഒരു ഭാഗമാണ്. അപ്പം ഇങ്ങനെ പോയപ്പോൾ ഒരു അരളിച്ചെടിയിൽ ഇത്തിൾ ഇങ്ങനെ വളർന്നു കിടക്കുന്നുണ്ട്. ഇത്തിൾ ചെടിയാണ്. ക്ഷേത്ര കിണറ്റിലേക്ക് പോകുന്ന ഒരു തുരങ്കമാണ് ഞാൻ ആദ്യം കാണിച്ചത്. ഇത് ക്ഷേത്ര കിണറാണ്. ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗമാണ്. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ ഒരുവിധമുള്ള പറ്റുന്ന രീതിയിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. ഭഗവാനെ തൊഴുതു. ഞങ്ങൾ അവിടെ നിന്ന്
പുറപ്പെടാൻ പോവുകയാണ്. ക്ഷേത്രത്തിൻ്റെ നേർനടയാണ്. പോകാൻ ഉള്ളിൽ കാണാൻ പറ്റില്ല. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടു. ഇനി ഞങ്ങൾ നേരെ മണ്ടക്കാട് ക്ഷേത്രത്തിലേക്ക്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഇവിടുന്ന് ഞങ്ങൾ നേരെ മണ്ടക്കാട് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അതിൻ്റെ കാഴ്ച അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.